അയാളുടെ ആർത്തിയോടെയുള്ള നോട്ടം അവളുടെ നിറഞ്ഞ മാരടങ്ങളിലെത്തി നിന്നു. അതോടെ അവജ്ഞയോടെ അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് മയൂരി വീടിനകത്തേക്ക് കയറിപ്പോയി. അത് കണ്ടതും ആ മധ്യവയസ്കൻ ചോരക്കണ്ണുകളോടെ സാവിത്രിയെ നോക്കി. നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ അവളുടെ ഈ ചാട്ടമൊക്കെ ഇല്ലാതായിക്കൊള്ളും. പക്ഷെ ഓർമ്മയുണ്ടല്ലോ, എൻ്റെ ആങ്ങള മേടിച്ച കടം അങ്ങ് എഴുതി തള്ളിയേക്കണം. കൊഞ്ചലോടെ സാവിത്രി അത് പറഞ്ഞതും, നിങ്ങളുടെ അനിയൻ മേടിച്ച കടം മാത്രമല്ല, പറഞ്ഞ തുകയും ഞാൻ കയ്യിലോട്ട് വെച്ചു തരും. അവളെ എനിക്ക് തന്നാ മതി എന്നയാൾ പറഞ്ഞിരുന്നു. അതെല്ലാം അകത്തളത്തിലിരുന്ന് മയൂരി കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ഒഴുകിയിറങ്ങി. പേരുകേട്ട കോവിലകമായിരുന്നു ഇത്. അവിടുത്തെ തമ്പുരാന്റെ ഒറ്റ മകളാണ് മയൂരി ജനിച്ചത്. എന്നാൽ അവൾ ജനിച്ച 4 വയസ്സ് കഴിയുമ്പോഴേക്കും അമ്മയ്ക്ക് മാരകമായ അസുഖം പിടിപെട്ടു. അമ്മ അവരെ വിട്ടുപിരിഞ്ഞപ്പോൾ അച്ഛനത് താങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ മദ്യത്തിൽ അഭയം കണ്ടെത്തി. ഒരു നല്ല മനുഷ്യൻ അങ്ങനെ നശിച്ചു പോകുന്നത് കണ്ട് ഭയന്ന് വീട്ടുകാർ അയാളെ തിരിച്ച് കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ 2ാം ഭാര്യയായി അവിടേക്ക് വന്നതായിരുന്നു സാവിത്രി. മയൂരിയുടെ അമ്മ ലക്ഷ്മിയുടെ സ്വഭാവം ഏവരെയും ആഗ്രഹിക്കുന്ന വിധം നല്ലതായിരുന്നു. എന്നാൽ അതിന്റെ നേരെ വിപരീതമായിരുന്നു സാവിത്രി. എല്ലാവരെയും വെറുപ്പിച്ചു. ബന്ധുക്കളെല്ലാവരും കോവിലകം വിട്ടുപോയി. ഒടുവിൽ തമ്പുരാനും മയൂരിയും സാവിത്രിയും മാത്രമായി. തമ്പുരാന്റെ മുന്നിൽ വെച്ച് മയൂരിയെ സാവിത്രി താഴെയും തലയിലും വെക്കാതെ നോക്കി. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് മയൂരിയെ കണ്ണിനു നേരെ കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. അനാവശ്യമായി സാവിത്രിയുടെ ആളുകൾ കോവിലകത്ത് കയറിയിറങ്ങി അവകാശം സ്ഥാപിക്കാൻ തുടങ്ങി. തമ്പുരാൻ അതിനെ എതിർത്തതും ഒരു ദിവസം എല്ലാവരും കണ്ടത് കുളത്തിൽ പൊങ്ങിയ അദ്ദേഹത്തിന്റെ മരിച്ച ശവശരീരമാണ്. കുളക്കരയിലിരുന്ന് മദ്യപിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് മദ്യപിച്ച് ലെക്ക് കെട്ട് അതിലേക്ക് വീണതാണ് എന്ന് എല്ലാവരും വിചാരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉള്ളിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്തിയിരുന്നു. എന്നാൽ അതോടെ മയൂരിയുടെ കഷ്ടകാലം തുടങ്ങി. സുന്ദരിയായ അവളെ സാവിത്രിയുടെ ബന്ധുക്കൾ പല രീതിയിൽ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് നാട്ടിലെ കൊള്ളപ്പലിശക്കാരൻ തമിഴൻ ഒരു ദിവസം അവളെ കാണുന്നത്. സാവിത്രിയുടെ ആങ്ങള അയാളിൽ നിന്ന് വലിയൊരു തുക വായ്പയായി വാങ്ങിയിരുന്നു. അത് തിരിച്ചു തരേണ്ട എന്നും പകരം അവളെ നൽകിയാൽ മതിയെന്ന് സാവിത്രിയുടെ ആങ്ങളെ തമിഴിന് അറിയിച്ചതിനെ തുടർന്ന് അയാളാണ് സാവിത്രിയെ പറഞ്ഞത് സമ്മതിപ്പിച്ചത്. ഒരു വലിയ തുക സാവിത്രിക്ക് നൽകാമെന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് തയ്യാറായി. മുൻപ് തന്നെ ബന്ധുക്കളെ വെറുപ്പിച്ച് പറഞ്ഞയച്ചതുകൊണ്ട് ആരും തങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷെ മുൻപ് കോവിലകത്തുണ്ടായിരുന്ന കാര്യസ്ഥൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട്. മയൂരിയുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് അയാളായിരുന്നു. ഒരു വസ്ത്രം പോലും വാങ്ങിക്കൊടുക്കില്ല. കാര്യസ്ഥന്റെ മകന് ഇപ്പോൾ ഗവൺമെന്റ് ജോലിയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലാണ് അവരുടെ കുടുംബം മുന്നോട്ടു പോകുന്നത്. പക്ഷെ അയാൾക്ക് പണ്ട് കോവിലകത്ത് നിന്ന് കൈപ്പറ്റിയ ഓരോ രൂപയ്ക്കും ഇപ്പോഴും നന്ദിയുണ്ട്. അതിനെ തുടർന്നാണ് മയൂരിയുടെ അവസ്ഥയറിഞ്ഞ് അയാൾ സഹായിക്കുന്നത്. ഇത്തവണ കാര്യസ്ഥൻ വന്നപ്പോൾ മയൂരിയെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വിടാതെ സാവിത്രി കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതോടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി. എല്ലാ വ്യാഴാഴ്ചയിലും അമ്പലത്തിലേക്ക് പോകുന്ന പതിവുണ്ട് മയൂരിക്ക്. അതറിയാവുന്ന അയാൾ വഴിയിൽ അവളെ കാത്തുനിന്നു. കാര്യങ്ങളെല്ലാം മയൂരി തുറന്നു പറഞ്ഞു. തമിഴന് കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വന്നാൽ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നും. അത് കേട്ടപ്പോൾ അയാൾക്ക് ഭയം തോന്നി. ബുദ്ധിമോശമൊന്നും കാണിക്കരുത്, എല്ലാത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാമെന്ന് അയാൾ പറഞ്ഞു. അയാൾ തന്റെ വീട്ടിലേക്ക് ചെന്ന മകനോട് മയൂരിയുടെ കാര്യം പറഞ്ഞതും അവനാണ് അച്ഛനോട് പറഞ്ഞത് വിളിച്ചിറക്കി കൊണ്ടുവരാൻ. താലി കെട്ടി അവന്റെ ഭാര്യയായി ഇവിടേക്ക് കയറ്റാമെന്ന്. അത് കേട്ടതും അയാൾക്ക് സന്തോഷമായി. കോവിലകത്തേക്ക് ചെന്ന് അവളെ വിളിച്ചിറക്കി. ഒപ്പം മകനും ഉണ്ടായിരുന്നു. വിനീതിന് മയൂരിക്ക് നന്നായി അറിയാമായിരുന്നു, അവളുടെ കളിക്കൂട്ടുകാരൻ. അപ്പോഴേക്കും സാവിത്രി എല്ലാവരെയും വിവരം അറിയിച്ചു. തമിഴനും അവന്റെ ഗുണ്ടകളും എത്തി. എന്നാൽ അവിടെ വലിയൊരു പ്രശ്നം നടന്നതിനെ തുടർന്ന് പോലീസെത്തി. അവരുടെ മുന്നിൽ വെച്ച് മയൂരി മറ്റൊരു സത്യം വെളിപ്പെടുത്തി. തന്റെ അച്ഛനെ തമിഴനും സാവിത്രിയുടെ ആങ്ങളെയും ചേർന്ന് കൊല്ലുന്നത് അവൾ കണ്ടു എന്ന്. വിനീതിന് പരിചയമുള്ള പോലീസുകാരായിരുന്നു. അവർ കാര്യമായി അന്വേഷിച്ചപ്പോൾ അവർക്കതിന് തെളിവുകൾ കിട്ടി. അതോടെ തമിഴനും സാവിത്രിയുടെ ആങ്ങളെയും ജയിലിലായി. കോവിലകം മയൂരിക്ക് തന്നെ തിരിച്ചു കിട്ടി. വിനീതുമായുള്ള വിവാഹത്തിന് മംഗളം നേർന്നുകൊണ്ട് അവളുടെ എല്ലാ ബന്ധുക്കളും എത്തിച്ചേർന്നു. ഇനി താൻ സുരക്ഷിതമായ കൈകളിലാണ് എന്ന് അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഒപ്പം ഒരച്ഛന്റെ വാത്സല്യങ്ങൾ കൊടുക്കാൻ കാര്യസ്ഥനും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.